സനൂപ് തുടരുക. ഇപ്പോൾ KSRTC-യുടെ ഡ്രൈവർ യദു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. യദു, എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പറയാമോ? ഞാന് ഇന്നലെ രാത്രി ഒരു 10 മണിയാവും. 10 മണി 9:30 മണിയാവും. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അപ്പൊ 9:30 മണിയാവും. വണ്ടി ഇവിടെ പട്ടത്ത് ഞാൻ ആളെ ഇറക്കി, സിഗ്നൽ കഴിഞ്ഞ് ആളെ ഇറക്കി വണ്ടി മുന്നോട്ടെടുക്കുമ്പോഴത്തേക്ക് വലത് സൈഡിൽ കൂടെ ഒരു വണ്ടി ഭയങ്കര ഹോണടിയാണ്. സ്ഥലമില്ല ഓവർടേക്ക് ചെയ്യാൻ കാറിന്. അപ്പൊ ഹോണടിയാണ്. ഹോണടിച്ച് ഞാൻ എന്നിട്ട് താഴെ പ്ലാമൂട് എത്തുന്നതിന് മുമ്പ് ഒതുക്കി കൊടുത്തപ്പോ ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി പോയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ചവിട്ടിയിട്ട് പയ്യെ പോയി. പയ്യെ എനിക്ക് വലത്തെ സൈഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇടത് സൈഡ് ഫ്രീ ആയിരുന്നോണ്ട് ഇടത് സൈഡിൽ കൂടെ ഞാൻ കയറിങ് പ്ലാമൂടിന്റെ സിഗ്നലിൽ ഉണ്ടല്ലോ, 1 വേ, അവിടെ കയറി ഇങ്ങനെ വണ്ടി കയറി വന്നപ്പോഴത്തേക്ക് പിന്നെയും ലെഫ്റ്റ് സൈഡിൽ കൂടെ പ്ലാമൂട് 1 വേ കൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കാർ ഓവർടേക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ കിടന്ന് ഹോൺ അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുകയും ഭയങ്കര ഹോൺ അടിയായിരുന്നു. അപ്പൊ ഞാന് പിന്നെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ കയറി പാളയത്ത് ആളെ ഇറക്കിയിട്ട് മുന്നോട്ടെടുത്തപ്പോഴത്തേക്കാണ് ഈ സാവല്യത്തിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് എന്റെ ബസ് റെഡ് സിഗ്നലിൽ എത്തിയപ്പോ ഞാൻ ചവിട്ടി നിർത്തിയതും കാറ് കൊണ്ടുവന്ന് ബസ്സിന് കുറുകെ കൊണ്ടെടുത്തിട്ട് ആദ്യം 2 പയ്യന്മാര് ഇറങ്ങി വന്നിട്ട് ചോദിച്ച്, എന്റെ അച്ഛന്റെ വകയാടാ റോഡ്? അപ്പൊ ഞാൻ കേട്ട്, എന്റെ അച്ഛന്റെ വകയല്ല, നിങ്ങളുടെ അച്ഛന്റെ വകയാണോന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പൊ വേറൊരാൾ മുണ്ടെടുത്ത ഒരാൾ വന്നിട്ട് കേട്ട്, ഞാൻ MLA ആണ്, നിനക്ക് എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞ അറിയത്തില്ല, ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരായാലും എന്താണ്, വണ്ടി ഓടിക്കുമ്പോ ഒരു മാന്യത വേണ്ടേ? ഞാനേ നിങ്ങളെ ചീത്ത വിളിക്കുകയോ നിങ്ങളടുത്ത് മോശമായിട്ട് പെരുമാറുകയോ, ഞാൻ മര്യാദയ്ക്കുമാണ് വണ്ടി ഓടിച്ച്. അങ്ങനെ പിന്നെ ഒരു ലേഡി ഇറങ്ങി വന്നു, ജീൻസ് പാന്റ് ഒരു ടോപ്പ് ഇട്ട വൈറ്റ്. അപ്പൊ എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ അറിയാടോ? ഞാൻ പറഞ്ഞു, ഇല്ല, അറിയത്തില്ല. നീ എന്താണ് ആംഗ്യം എന്നെ കാണിച്ചത്? ഞാൻ കേട്ട്, എന്താണ് ആംഗ്യം കാണിച്ചത്? നിങ്ങളെ കാറ് എന്റെ ഫ്രണ്ടിൽ കിടന്നു സർക്കസ് കാണിച്ചു, എന്താണ് ഇങ്ങനെ കാണിക്കുക? അല്ലാതെ ഞാൻ എന്താണ് ആംഗ്യം കാണിച്ചത്? നീ പെണ്ണുങ്ങളടുത്ത് മോശമായിട്ട് പെരുമാറി എന്നും പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് മേയറാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരായാലും എനിക്കെന്ത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ ഇന്നലെ രാത്രി സ്റ്റേഷന് എന്റെ വണ്ടി ഒരു 10-15 ആള് ബസ്സിന്റെ അകത്തുണ്ടായിരുന്നു. അവരാ നട റോഡിൽ ഒരു പാളയത്ത് ഇറക്കി നടുക്ക് ഭർത്താവ് കയറി വണ്ടിക്കകത്ത് കയറിയിരുന്നു. ഡോറ് വലിച്ചു തുറന്ന് 2 പയ്യന്മാര് വലിച്ചു തുറന്ന് എന്നെ വെളിയിലോട്ട് പിടിച്ചിറക്കാനൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു, ഇറങ്ങില്ല, പോലീസ് വന്നല്ലാതെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂലെന്ന് പറഞ്ഞു. അതാണ് ആ സംസാരം ആ വീഡിയോയിൽ കണ്ടില്ലേ. എന്നിട്ട് ട്രിപ്പ് മുടങ്ങിയോ യദു? ട്രിപ്പ് മുടങ്ങിയായിരുന്നു. ട്രിപ്പ് മുടങ്ങാന്ന് വെച്ചാൽ വണ്ടി തിരുവനന്തപുരത്ത് എത്തിയാലേ ട്രിപ്പ് ഫിനിഷ് ആവുള്ളൂ. ട്രിപ്പ് മുടങ്ങി എന്നെ അപ്പൊ തന്നെ ജീപ്പിൽ വന്ന് എസ് ഐ ചെയ്യാൻ പാടില്ലാത്തതാണ്. SI ചെയ്യേണ്ടത് നേരെ ട്രിപ്പ് മുടങ്ങാതെ ആളെ കൊണ്ടുവന്ന് അവിടെ ആക്കിയിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറയണമായിരുന്നു. SI അപ്പൊ തന്നെ എന്നെ പിടിച്ച് അവിടെ നിന്ന് ഇറക്കി വണ്ടി നട റോഡിൽ ഇട്ടിട്ട് എന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി. ഞാൻ മദ്യപിച്ചെന്നും പറഞ്ഞുകൊണ്ട് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയിട്ട് മെഡിക്കൽ എടുത്തപ്പോഴും ഞാൻ മദ്യപിച്ചിട്ടില്ല. അപ്പൊ എന്റെ അച്ഛനെ വിളിച്ചോണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞു. അവര് പിന്നെ ഇതാണോ കൗൺസിലറാണോ അല്ലെങ്കിൽ MLA ആണോ എന്നോ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇവർ രണ്ടുപേരും. അതാണ് സംഭവിച്ചത്. ഈ ട്രിപ്പ് മുടങ്ങിയതിന്റെ പേരിൽ KSRTC എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ യദു? അതറിയത്തില്ല. KSRTC പരാതി കൊടുക്കൂല, അവരെ പാർട്ടിക്കാരല്ലേ, എങ്ങനെയാണ് പരാതി കൊടുക്കുന്നത്? ഇപ്പൊ എന്റെ പേരിൽ നടപടി ഉണ്ടാവും എന്തായാലും. എന്നെ പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. ശരി, നന്ദി യദു പ്രതികരിച്ചതിന്. KSRTC ഡ്രൈവർ യദുവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.